ന്യൂജൻ സമരങ്ങൾക്ക് ചാലകശക്തിയായി മാറുന്ന സോഷ്യൽ മീഡിയയിൽ തരംഗമായി വിശ്വമാനവ സംഗമം. തെരുവ് ചുംബനം നടന്ന കോഴിക്കോട്ടാണ് അരാജകത്വത്തിനും ഇടത് ഫാസിസത്തിനുമെതിരായി പരിപാടി സംഘടിപ്പിക്കുന്നത്. റിമംബർ എന്ന ഫേസ്ബുക്ക് പേജിൽ പുറത്തുവിട്ട പരിപാടിയുടെ പ്രൊമോഷണൽ വീഡിയോയ്ക്ക് വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത്. നാടെങ്ങും കേൾക്കാനുള്ളത് അസഹിഷ്ണുതയെക്കുറിച്ച്, ഏവർക്കും പറയാനുള്ളത് ഫാസിസത്തെപ്പറ്റി മാത്രം. ഇതിനെയൊക്കെ പ്രതിരോധിക്കാനെന്ന പേരിൽ നടക്കുന്നതാകട്ടെ തികഞ്ഞ അരാജകത്വവും. മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും സ്വയം പ്രഖ്യാപിത സാമൂഹ്യ പ്രവർത്തകരും ഇതിനെ പിന്താങ്ങുമ്പോൾ ലോകം സത്യമറിയേണ്ടത് അനിവാര്യമാണ്. കൊച്ചിയിൽ സിനിമാ പ്രവർത്തക ദമ്പതികൾ നടത്തിയ മാനവിക സംഗമവും അതിനെതിരായി മതമൌലികവാദികൾ രൂപം നൽകിയ അമാനവിക സംഗമത്തിനും ലഭിച്ചതിനേക്കാളേറെ സ്വീകാര്യത ഇതിനോടകം വിശ്വമാനവ സംഗമത്തിന് സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ചു കഴിഞ്ഞു. റിമംബർ എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് പ്രചാരണം പുരോഗമിക്കുന്നത്. 51 വെട്ടിലൂടെ വെളിപ്പെട്ടതാണ് ഫാസിസം. മാവോയിസ്റ്റുകൾ സ്വാധീന മേഖലകളിൽ നടത്തുന്നതാണ് അസഹിഷ്ണുത. കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സിറിയയിൽ IS-ഉമാണ് ഇതിനുദാഹരണം തുടങ്ങി വ്യക്തമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള വീഡിയോ ലിങ്കുകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. തെരുവു ചുംബനങ്ങളിലൂടെ അരാജകത്വം സൃഷ്ടിച്ച് ഫാസിസത്തിന് വളക്കൂറുള്ള മണ്ണൊരുക്കുന്നവർക്കെതിരെ ഒരുമിക്കാമെന്ന സന്ദേശത്തെ സോഷ്യൽ മീഡിയ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. യൂത്ത് അഗൻസ്റ്റ് ഫാസിസം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഫാസിസത്തിനും അരാജകത്വത്തിനുമെതിരെ ജനുവരി 14 കോഴിക്കോട് കടപ്പുറത്ത് വെച്ചാണ് പരിപാടി. ജനം, കൊല്ലം.